മാസം 809 രൂപ നീക്കിവെക്കുമോ? എന്നാൽ തിരികെ 2 കോടി കിട്ടും. എന്താണെന്നല്ലേ പറയാം. പ്രവാസികളെ ഞാൻ കാണുന്നത് പട്ടാളക്കാരെ പോലെയാണ്. കാരണം അതിർത്തി കാക്കുന്നത് പട്ടാളക്കാരാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തികം കാക്കുന്നത് പ്രവാസികളാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ജീവിതത്തിൽ തെറ്റുപറ്റരുത്. നാടും വീടും വിട്ട് നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പോയി സമ്പാദിക്കുന്നത് എന്തിനാണ്? കുടുംബത്തിന് വേണ്ടി. നാട്ടിൽ നല്ല വീടും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒക്കെ നമ്മൾ സെറ്റാക്കും. അന്യനാട്ടിൽ തൊഴിൽ ചെയ്ത് പൈസ അങ്ങോട്ട് അയച്ചു കൊടുക്കും. കുടുംബത്തെക്കുറിച്ച് മാത്രമാണ് ഓരോ പ്രവാസിയും ഓർക്കുന്നത് പോലും. എന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? നിങ്ങൾ ഇത്ര കാലവും കഷ്ടപ്പെട്ടത് പിന്നെ എന്തിനാണ്? നിങ്ങൾ ഉണ്ടാക്കിയ ബാധ്യത പോലും പിന്നീട് വീട്ടുകാരെ മേലെയാകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓർക്കാൻ കൂടി വയ്യല്ലോ. ഇത്തരം സാഹചര്യത്തെ നിങ്ങൾ പേടിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാൻ, അതും മാസം ചെറിയൊരു തുക മാത്രം മാറ്റിവെച്ച് സ്വന്തമാക്കാൻ അവസരമുണ്ട്. 809 രൂപ മാസം പ്രീമിയം അടച്ച് 2 കോടി രൂപ വരെ കവറേജുള്ള പ്ലാനുകൾ വരെ ഇവിടെയുണ്ട്. 51 ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്ലാൻ തിരഞ്ഞെടുത്ത് നമ്മുടെ കുടുംബത്തിന് സംരക്ഷണം ഒരുക്കാം. ടേം ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരുപാട് ഇൻഷുറൻസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഒരെണ്ണമാണ് ഇതെന്ന് കരുതാം. വലിയ പൈസ അടച്ച് ചെറിയ തുക തിരിച്ചു തന്ന് നമ്മളെ ഒതുക്കുന്ന ഇൻഷുറൻസുകൾ ഒരുപാടുണ്ട്. നമ്മുടെ പിറകെ ഏജന്റുമാർ നടന്ന് നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്ന ഇൻഷുറൻസുകൾ. പക്ഷേ അത്തരത്തിലൊരു ഇൻഷുറൻസ് അല്ല ഈ ടേം ഇൻഷുറൻസ്. നമുക്ക് വലിയ ഗുണമുള്ള ഈ സംഭവത്തിനെ കുറിച്ച് ആരും അറിയാറുമില്ല. വളരെ ചെറിയ തുകയ്ക്ക് വലിയ പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസുകളാണിത്. അതേസമയം എല്ലാവർക്കും ഇത് കിട്ടണമെന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ജോലിയും വരുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് എടുത്തു വെക്കാൻ ഒന്ന് ശ്രമിക്കണം. കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ കുടുംബത്തിന് അതൊരു പരിരക്ഷയായിരിക്കും. നമ്മൾ ഇല്ലാതാകുന്നത് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമാണെങ്കിലും പണത്തിന് ഒരുവിധം പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ സാധിക്കും. നമ്മൾ സ്വപ്നം കണ്ട ജീവിതം സന്തോഷമായി മുന്നോട്ട് പോകാൻ നമ്മുടെ അഭാവത്തിലും നമ്മുടെ കുടുംബത്തിന് സാധിക്കും. അല്ലാതെ നമ്മുടെ കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, സഹായിക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടരുതല്ലോ. ഒന്ന് ഓർത്തു നോക്കിയേ, എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടത്? ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും നമ്മുടെ കുടുംബത്തിന് വരരുത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേം ഇൻഷുറൻസ് എടുക്കുക എന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഇതിന് അർഹനാണോ എന്ന് ചെക്ക് ചെയ്യണേ. പ്രവാസികളെ ഞാൻ കാണുന്നത് പട്ടാളക്കാരെ പോലെയാണ് എന്ന് പറഞ്ഞല്ലോ. പ്രവാസികളാണ് നമ്മുടെ നാടിനെ മാറ്റിയെടുത്തത്, സാമ്പത്തികം സുരക്ഷിതമാക്കിയത്. കടൽ കടന്നു പോയവന്റെ കുടുംബത്തിനോടൊപ്പം തന്നെ ഒരു നാട് നന്നായ കഥ കേരളത്തിലെ പല നാടിനും പറയാനുമുണ്ട്. അവിടെ എത്തിയ വിദേശ പണമാണ് ആ നാടിനെ ഉന്നതിയിലെത്തിച്ചത്. നാട്ടിൽ നിന്ന് പോയവരാണ് ആ ചരിത്രം എഴുതിയവരും. എന്നാൽ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? കുടുംബത്തിനുണ്ടാകുന്ന മാനസികാഘാതവും അതോടൊപ്പം വരുന്ന സാമ്പത്തിക ആഘാതവും വളരെ വലുതാണ്. മാനസികാഘാതത്തെ കാലം കുറയ്ക്കും, പക്ഷെ സാമ്പത്തിക പിരിമുറുക്കം അവരെ ബുദ്ധിമുട്ടിക്കരുതല്ലോ. പ്രത്യേകിച്ച് ഒരു കുടുംബത്തിന്റെ വരുമാനം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകൃതമാണെങ്കിലോ? ഈ അവസ്ഥയിൽ കുടുംബത്തെ എത്തിക്കാതെ അവർ ഇത്ര നാളും കഴിഞ്ഞ അതേ ജീവിത നിലവാരം പുലർത്താൻ അവരെ പൂർണ്ണമായും സഹായിക്കുന്ന ഒരു പ്ലാനാണ് ടേം ഇൻഷുറൻസ്. ഞാൻ നൽകിയ ലിങ്കിലൂടെ നോക്കുകയാണെങ്കിൽ 10% വരെ ഡിസ്കൗണ്ടിൽ ഒരു ഏജന്റിന്റെയും സഹായമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ പ്ലാൻ തിരഞ്ഞെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാർഷിക വരുമാനത്തിന്റെ 10-15 ഇരട്ടിയെങ്കിലും കവർ ചെയ്യുന്ന പ്ലാനുകൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും നല്ലത്. സാധാരണ ഇൻഷുറൻസുകളെ പോലെ ഉയർന്ന വില കൊടുത്തിട്ട് ചെറിയ തുക കിട്ടുന്നതല്ല ടേം ഇൻഷുറൻസുകൾ. മറിച്ച് ചെറിയ തുകയടച്ച് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുകയാണ് ഈ ടേം ഇൻഷുറൻസുകൾ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ അവസ്ഥയും സാമ്പത്തികവും മാത്രം നോക്കി ഭാവി നമ്മൾ നിശ്ചയിക്കരുത്. ജീവിതം എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. യാദൃശ്ചികമായി ജീവിതത്തിലേക്ക് എത്തുന്ന പ്രയാസങ്ങളെ അതിജീവിക്കണമെന്നാണ് ലോകം നമ്മോട് പറയുന്നത്. ആ അതിജീവനത്തിന് എണ്ണയാകാൻ ഈ ടേം ഇൻഷുറൻസുകൾക്ക് കഴിയും. ഞാൻ നൽകിയ ലിങ്കിലൂടെ നോക്കിയാൽ 51 ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം. ഇതെടുക്കണമെന്നോ ഇതെടുക്കരുതോ എന്നോ ഇവിടെ ആരും നിങ്ങളോട് പറയില്ല. നമുക്ക് തന്നെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി കമ്പയർ ചെയ്ത് എടുത്തു വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് കവറേജ് വേണ്ട തുക, എത്ര പ്രായം വരെ വേണം എന്നതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാം. പ്രീമിയം മാസത്തിലോ അല്ലെങ്കിൽ വാർഷികമായിട്ടാണോ അടയ്ക്കേണ്ടതെന്നും നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അതിനുശേഷം വരുന്ന എല്ലാ പ്ലാനുകളും നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായത് മാത്രം തിരഞ്ഞെടുക്കുക. ഇനി ടേം ഇൻഷുറൻസിന്റെ പേപ്പർ ശരിയാക്കാനും നിങ്ങളുടെ സംശയ നിവാരണത്തിലും നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം കമ്പനിയുടെ ഒരു പ്രതിനിധി നിങ്ങളെ കാണാനെത്തുകയും ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും ലഭിക്കും. ഇത്രയും പറയുമ്പോൾ എല്ലാവരും കരുതും മരിച്ചാൽ മാത്രമാണോ ഇത് കിട്ടുക എന്നത്. അല്ലാട്ടോ. ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ അഡീഷണൽ ബെനിഫിറ്റായ റൈഡേഴ്സ് എന്ന ഓപ്ഷൻ കൂടി നമുക്കിവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കവറേജ് ലഭിക്കുന്നതാണ് ഈ റൈഡർ ഓപ്ഷൻ. ടേം ഇൻഷുറൻസിന്റെ കൂടെ ചെറിയ ഒരു എക്സ്ട്രാ തുക നൽകി നമുക്കിത് തിരഞ്ഞെടുക്കുകയും ചെയ്യാം.
വളരെ ഉപകാരപ്രദമാണ് ഈ ടേം ഇൻഷുറൻസ് എന്ന് വ്യക്തമായി കാണുമല്ലോ. പക്ഷേ എല്ലാവർക്കും ഇത് കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മുടെ ജോലി, വരുമാനം, വിദ്യാഭ്യാസം, പ്രായം എന്നിങ്ങനെ നിരവധി മാനദണ്ഡങ്ങളിലൂടെ നിങ്ങൾ അതിന് അർഹനാണോ എന്ന് ഇവിടെ തീരുമാനിക്കുന്നത് കമ്പനികളാണ്. അത്യാവശ്യം സാലറി ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻഷുറൻസ് കമ്പനി പരിഗണിക്കുക പോലുമുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഒരെണ്ണം എടുത്തു വെക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്ത് കാലാവധി കഴിഞ്ഞിട്ട് നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ പ്രീമിയം തുക മുഴുവനായും നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്ലാനുകളും ഇവിടെയുണ്ട്. പക്ഷേ അതിന് കുറച്ച് തുക അധികം നൽകണമെന്ന് മാത്രം. ഇനി അധികം തുക നൽകാതെ തന്നെ നിശ്ചിത പ്രായമെത്തുമ്പോൾ ഇനി മതിയെന്ന് തീരുമാനിച്ച് പണം മുഴുവൻ തിരികെ ലഭിക്കുന്ന പ്ലാനുകളുമുണ്ട്. പിന്നെ ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല കേട്ടോ. കൂടാതെ ATC പ്രകാരം ടാക്സ് ബെനിഫിറ്റും നമുക്ക് ലഭിക്കും. നിങ്ങൾ NRI അക്കൗണ്ട് വഴിയാണ് എടുക്കുന്നതെങ്കിൽ 18% GST ഒഴിവായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ കമന്റിൽ കൊടുത്ത ലിങ്ക് വഴി കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ടേം ഇൻഷുറൻസിനെ കുറിച്ച് വ്യക്തമായി കാണുമല്ലോ. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, എല്ലാവർക്കും ടേം ഇൻഷുറൻസുകൾ കിട്ടണം എന്ന് നിർബന്ധമില്ല. ഇവിടെ നമ്മുടെ യോഗ്യതയും അയോഗ്യതയും ഒക്കെ തീരുമാനിക്കുന്നത് കമ്പനികളാണ്. എന്തൊക്കെയായാലും മാസം ചെറിയൊരു തുക ഇതിനായി മാറ്റി വെക്കുകയാണെങ്കിൽ, അതായത് 809 രൂപ പോലെ ചെറിയൊരു തുക, നമ്മുടെ ജീവിതവും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതവും ഒക്കെ സുരക്ഷിതമാക്കാൻ ടേം ഇൻഷുറൻസിലൂടെ കഴിയും. ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.